നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വിജയം എപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. +2 സേ കേരളത്തിലെ റിസൾട്ട് വന്നപ്പോൾ 2025 ഒരു മാസം മാത്രമേ ഉള്ളായിരുന്നു പഠിക്കാൻ. മാർച്ചിലെ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അതിനകത്ത് ഫെയിലായ കുട്ടികൾക്ക് ഒറ്റ മാസം ഉള്ളായിരുന്നു പഠിക്കാൻ. ഒരു മാസം കഷ്ടിച്ച് പഠിക്കാനുള്ളായിരുന്നു. ജൂൺ 23 പരീക്ഷയായിരുന്നു. ജൂലൈയിൽ റിസൾട്ട് വന്നു. ജൂലൈ 18 റിസൾട്ട് വന്നു. 83,000 പേര് കേരളത്തിൽ പരീക്ഷ എഴുതിയിൽ ഏകദേശം 63,000 കുട്ടികളോളം തോറ്റു. അതായത് 20%, 25% വിജയ ശതമാനമേ ഉള്ളൂ കേരളത്തിൽ മൊത്തം. പക്ഷേ അഭിമാനപൂർവം നമുക്ക് പറയാം, ഇപ്പം നമ്മുടെ ബാച്ചിൽ പഠിച്ച 94.5 കൃത്യമായി അവരുടെ ഫോട്ടോസ് എല്ലാവരും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും മാക്സിമം 94.5 ഏകദേശം 95% കുട്ടികൾ ജയിച്ചിട്ടുണ്ട്. വെറും 5% അല്ലെങ്കിൽ 5.5% കുട്ടികൾ മാത്രമേ ഫെയിലായിട്ടുള്ളൂ. അത് വളരെ കൃത്യമായ ഡേറ്റയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇത് +1, +2 എൻട്രൻസും ഒക്കെ ഉള്ള ബാച്ചസ് എല്ലാം നമ്മൾ നടത്തുന്നതിനോടൊപ്പം സേ നടത്തി ഇങ്ങനൊരു സന്തോഷം നമുക്ക് കിട്ടുന്നത് വളരെ ഇതാണ്. കാരണം രക്ഷാർത്ഥികളൊക്കെ വിളിച്ച് കരയുമ്പോഴും കുഞ്ഞുങ്ങളെ വിളിച്ച് കരയുമ്പോഴും ഒക്കെ ഞാൻ മനസ്സുകൊണ്ട് അവരോട് പറഞ്ഞു, കൃത്യമായിട്ട് നമ്മളെല്ലാം ആലോചിച്ച്, അധ്യാപകരും എല്ലാം ആലോചിച്ചതിന് ശേഷം ഇവർക്കും ഒരു മൊമെൻറ്റോ കൊടുക്കണം. കാരണം അർഹതപ്പെട്ട മൊമെൻറ്റോയാണ്. കാരണം 3 മാർക്കിൽ നിന്ന് 45, 50 മാർക്ക്, 60 മേടിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട്, കുട്ടികളുടെ കഷ്ടപ്പാടാണ്. കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തട്ടെ. കുറേ പേര് കുറ്റപ്പെടുത്താൻ കാണും, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേര്. പക്ഷേ വിജയം അതൊക്കെ മേലെയാണ്. അതൊക്കെ മേലെ നിൽക്കുന്നതാണ് വിജയം എപ്പോഴും. അന്നേരം ഇവർക്ക് എല്ലാം വിജയിക്കാമെങ്കിൽ എപ്പോഴും ഏത് കുട്ടികൾക്കും ഉറപ്പിക്കാൻ വിജയം. ഇപ്പോഴും അടുത്ത സേയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ പറയുന്ന 6 മാസം സമയമുണ്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും ഗംഭീര വിജയം നേടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളെല്ലാം 99%, 100% വിജയം നേടാം അടുത്ത സേ ബാച്ചാണ്. ഇപ്പോൾ ഇവരാണ് നമ്മുടെ വിജയശില്പികളെല്ലാം. ഇവരെ കണ്ടുപഠിക്കട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവരെ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പല അവസ്ഥകളിൽ നിന്നും അപ്പം ഒരാൾ തോൽക്കുമ്പോൾ അവർ പഠിക്കുന്നില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അവരുടെ പിന്നാമ്പുറം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ അസുഖങ്ങൾ വന്ന് പരീക്ഷ എഴുതാത്തവർ കാണും, ചിലരുടെ സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കും. അങ്ങനെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇവരെല്ലാം മുന്നേറിയ ചരിത്രം ഒരു അധ്യാപന രീതിയിൽ എനിക്കും വളരെ പ്രചോദനമായി, മോട്ടിവേറ്റ് ചെയ്യാം. അന്നേരം ഇനിയുള്ള ബാച്ചസ് ആണെങ്കിൽ, ഇനിയിപ്പോൾ ഓൺലൈൻ ബാച്ചസ്, ഇപ്പം +2 ഏത് സബ്ജക്റ്റ്, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ, ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. കൊമേഴ്സും ഹ്യൂമാനിറ്റീസും സയൻസുകാരും എല്ലാം ഉണ്ട്. ആർക്കായാലും ബെസ്റ്റ് ക്ലാസ് കൊടുക്കുക. ഇപ്പോൾ ഒരു ക്ലാസ്സിന് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയാൽ പോലും നമ്മൾ വേറെ ക്ലാസ് കൊടുക്കുക. ഇതെല്ലാ കാര്യങ്ങളും പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിജയമാണ്. നമ്മൾ ചെയ്താൽ, അധ്യാപകർ ചെയ്യുന്ന മാത്രമല്ല, അത് കൃത്യമായിട്ട് പഠിച്ച കുട്ടികളുടെ വിജയമാണ്. അന്നേരം ഒരുപാട് സന്തോഷത്തോടുകൂടി ഈ വട്ടൊരു മൊമെൻറ്റോ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് നൽകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. ഞാനത് കുഞ്ഞുങ്ങളോട് പറയുകയും ചെയ്തു. അന്നേരം ഇപ്പോഴും പുത്തൻ ഓൺലൈൻ ബാച്ചസ് എല്ലാം +1ൻ്റെയും +2ൻ്റെയും +2 സേയുടെയും നീറ്റിൻ്റെയും കീമിൻ്റെയും എല്ലാം നടക്കുന്നു. നിങ്ങൾക്ക് ചേരേണ്ടവർക്കെല്ലാം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നും എൻട്രൻസ് ആണെങ്കിൽ ഏത് NDA ഉൾപ്പെടെയുണ്ട്. അന്നേരം കൃത്യമായും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അയക്കാം. ഒരു ടെൻഷനും ഇല്ലാതെ പഠിക്കാം. 100% വിജയം ഉറപ്പിക്കാം. അത് ചുമ്മാതെ പറയുന്നതല്ല എന്നുള്ളതിനാണ് എത്രയും പെട്ടെന്ന് തന്നെ എഡിറ്റർ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് ഇത്രയും കിട്ടിയത്. ഇപ്പോഴും ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. പക്ഷേ നമുക്ക് ഇത്രയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. അതിനും അവരോട് ക്ഷമ ചോദിക്കുന്നു. വിജയം ആവർത്തിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളുക. ധൈര്യമായിട്ട് ചേരുക. ഏത് കോഴ്സിനായാലും നെവർ എവർ ഗിവ് അപ്പ്.